മഖബറകളിലേക്ക് പോയി മമ്പുറത്തും ഷെയ്ഖ് പള്ളിയിലും പോകാതെ ഒരു സമസ്തന്റെ സമ്മേളനവും ഷെയ്ഖുന് നേതൃത്വം കൊടുത്തിട്ടില്ല, ശംസുലുലമ നേതൃത്വം കൊടുത്തിട്ടില്ല. മമ്പുറത്ത് പോയി പറയും ഞങ്ങളെ സമ്മേളനം ഉണ്ട്, അത് വിജയിപ്പിച്ച ഷെയ്ഖ് പള്ളി പോയി പറയും സമ്മേളനത്തിന് പോവാണ്, വിജയിച്ചു കിട്ടണം, ഇവിടുത്തെ ഇടപെടൽ ഉണ്ടാകണം. ഇത് പറഞ്ഞിട്ടാണ് ശംസുലുലമ നവ്വറല്ലാഹു മർഖദഹു സമ്മേളനം നടത്തിയത്. അപ്പൊ അതാണ് സമസ്തന്റെ പാരമ്പര്യം, അതാണ് സമസ്തന്റെ പാരമ്പര്യം. മഹാനായ അർമിയ ഉസ്താദ് മുശാവറയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം? മഹാനായ ശംസുലുലമ ഒരു വിമാനത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നു. എന്നിട്ട് അർമിയ ഉസ്താദിന്റെ കയ്യും പിടിച്ചുകൊണ്ട് ആ വിമാനത്തിലേക്ക് കയറിപ്പോകുന്നു. ഇതാണ് സ്വപ്നം. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ശംസുലുലമയുടെ കത്ത് അർമിയ ഉസ്താദിന് കിട്ടി, നിങ്ങൾ മുശാവറയുടെ ഭാഗമായി മാറണം. അങ്ങനെയാണ് മഹാനായ ശംസുലുലമയുടെ ക്ഷണപ്രകാരം അർമിയ ഉസ്താദ് മുശാവറയിൽ എത്തുന്നത്. ആലോചിച്ച് നോക്കി, അതിനൊക്കെ ഗൗരവം എത്ര, അതൊക്കെ ഒരു നിസ്സാര സംഗതിയാണ്. ഇന്ന് മുശാവറ എന്ന് പറയുമ്പോഴേക്കും പുച്ഛിച്ച് തള്ളുന്ന അലിഫ് എന്ന് മര്യാദക്ക് എഴുതാൻ കഴിയാത്ത ആളുകൾ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അലിഫും ബാവും തിരിയാത്തോല് മുശാവറ കളിയാക്കാണ്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ.